ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർ, ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുമാതിരി ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ്റെ ഫ്രൈ ആണിത്. അപ്പോൾ ഇതിനാണെങ്കിൽ കൂടുതൽ ചേരുവകകളും വേണ്ട, 4 ചേരുവക മാത്രം വെച്ചിട്ട് ഈ ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മൾക്ക് ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഇഞ്ചി, സവാള ഒന്നും വേണ്ട കേട്ടോ ഇതിന്. അപ്പോൾ ഇതിന് വേണ്ട സംഭവം നമ്മളിത് അവിടെ റെഡിയാക്കുന്നുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. ഞാൻ 4 ചേരുവകയെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം കാണിച്ചാനും പറ്റില്ല. അപ്പോൾ ഞാനിതാ ചെറിയ ഉള്ളിയൊക്കെ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ അരി കളഞ്ഞിട്ട് എടുത്തിട്ട് ആയാലും മതി. എനിക്കിപ്പോൾ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചതച്ച മുളക് ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. രണ്ടിൻ്റെയും രുചി ഒന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മൾ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഉപ്പും, അതൊന്നും ഇപ്പോൾ എണ്ണത്തിൽ പറയാൻ പറ്റില്ലല്ലോ അല്ലേ. ചിക്കൻ ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട്. അപ്പം നമ്മളിതാ ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉണക്കമുളകാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഈ ഉള്ളിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൽ ഗ്രേവി ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ഇത് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ നമ്മൾ ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ട് ഒന്ന് ചുമന്ന് വരാനായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ച മുളകും കൂടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ മുളകും ചേർത്തിട്ട് നമ്മൾക്ക് ഒന്ന് മിക്സിയിൽ കുറച്ച് മുളക് ഇട്ടിട്ട് ഒന്നുകൊണ്ട് ക്രഷ് ചെയ്തെടുത്താൽ അതുപോലെ ആയി കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ തിളപ്പിക്കണം എന്നൊരു നിർബന്ധമല്ല കേട്ടോ. ചിക്കനെ ഞാൻ വെറുതെ തിളപ്പിച്ചെടുത്തു എന്നുള്ളൂ എൻ്റെ ഒരു സമാധാനത്തിന്. പച്ചക്ക അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ചാലും മതി. അപ്പോൾ ഈ 2-3 സാധനം കൊണ്ടൊക്കെ ഉണ്ടാക്കുക പറഞ്ഞപ്പോൾ ഞാനും ഇതൊന്ന് പിന്നാക്കം നിന്നതാട്ടോ. അതെങ്ങനെ ഉണ്ടാവും, നമ്മൾ ചിക്കൻ കേടൊന്ന് പോകുമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ആ തിളപ്പിച്ച വെള്ളം അതിലേക്ക് ചേർത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഉള്ളി, മുളക്, ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇത്രയേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ എന്താ വെള്ളമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഈ വെള്ളം ഇതിൽ വറ്റിച്ചെടുക്കണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു കാര്യം കേട്ടോ. വേറെ ഒന്നും ഇതിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കരുത്. അപ്പോൾ ഇങ്ങനെ ഇളക്കിയിട്ട് ഇടയ്ക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി, ചെറിയ തീയിലിട്ടിട്ട്. കൂടുതൽ തീ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ ഇതിലത്തെ വെള്ളം വറ്റി വന്നിട്ടില്ല, ഒന്നും കൂടി ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നമ്മളെ ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഉണ്ടാക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് ടേസ്റ്റ് ഉണ്ടാവുന്നതാണോ? അപ്പോൾ ഞാൻ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ടു കേട്ടോ. കുരുമുളക് പൊടി ചേർക്കണമെന്ന് തന്നെ അല്ല ഇതിൽ, പക്ഷേ എന്നാലും കുറച്ച് കുരുമുളക് പൊടി ഇടണം, ചിക്കനല്ലേ. പിന്നെ മല്ലിച്ചപ്പും വേപ്പിൻ്റെ ഇലയൊക്കെ അവനവൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പം അത്രയേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ഒരു നാരങ്ങ നീരും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള, സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുമാതിരി ഇഷ്ടപ്പെടും കേട്ടോ. ചപ്പാത്തിൻ്റെ ഒപ്പം ചോറിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്, പൊറോട്ടയുടെ കൂടെ. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ അതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങ നീരും ചേർത്തിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മൾ ബിരിയാണി ഒട്ടും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്
ഒരു ബിരിയാണിയുടെ കുറച്ച് ഭാഗം കൂടി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇത് രണ്ടും 2 ദിവസമാണ് കേട്ടോ ഉണ്ടാക്കിയത്. ബിരിയാണിക്ക് വേണ്ടിയിട്ടല്ല നമ്മളിത് ഉണ്ടാക്കിയത്. അപ്പോൾ ബിരിയാണിക്ക് നമ്മൾ ഉള്ളിയൊക്കെ അതാ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പെട്ടെന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതേ ചട്ടിക്ക് തന്നെ കുറച്ചും കൂടിയും ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ കേട്ടോ ഞാൻ ചേർത്തിക്കുന്നത്. പിന്നെ കുറച്ച് വലിയ ജീരകം മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 കിലോ അരിയുടെ ബിരിയാണിയുടെ അളവാണ് കാണിക്കുന്നത്. ഒരു 4 സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സവാള ഇതുപോലെ മസാലയാക്കാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ചതച്ചത്, ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത്, പച്ചമുളക് ചതച്ചത് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഞാനൊക്കെ വേറെ കേട്ടോ ചതക്കൽ. അധികം ആൾക്കാരും ചിലരൊക്കെ എല്ലാതും കൂടി ഒന്നിച്ച് ചതച്ചെടുക്കും. അതെനിക്ക് അങ്ങനെ അത്ര ശരിയാവലില്ല. ഞാനിങ്ങനെ ഓരോന്നായിട്ടാണ് ചതക്കൽ. അപ്പോൾ നമുക്ക് കുറച്ച് ബീഫ് വരട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മസാല കൂടുതൽ ഉണ്ടാക്കിക്കുന്നത്. ഇനി നമ്മൾ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4 തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാൻ അറിയാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസുമ്മേ തന്നെ എല്ലാതും ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സവാളയൊക്കെ വെന്ത് തക്കാളിയൊക്കെ വെന്ത് വെള്ളം പോലെ ആയിട്ടുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല. മുളകും പൊടി ഞാനിതിൽ ചേർക്കണില്ല. ബീഫ് ബിരിയാണിക്ക് മുളകും പൊടി ചേർക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഒരു 1/2 ഗ്ലാസ് തൈരും ചേർത്തിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ പകുതി നീരും ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ടാൽ ബിരിയാണിയുടെ മസാല റെഡിയായി. ഇപ്പോൾ ഇത് അറിയാത്തവർക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ബീഫും ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വലിയ ചെമ്പട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ദമ്മിടുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോറ് നമ്മൾ വറ്റിച്ചിട്ടാണ് എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്കായ, മല്ലിച്ചപ്പ്, നാരങ്ങ നീരൊക്കെ ചേർത്തിട്ടാണ് ചോറ് വറ്റിച്ചെടുക്കുക. അപ്പോൾ അതിനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറവായപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിതാ അരിക്ക് ഞാൻ പറഞ്ഞ പോലെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുറച്ച് മല്ലിയില, നാരങ്ങ നീര്, കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് നമ്മളെ ചോറൊക്കെ വറ്റിച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ നമ്മളെ ബിരിയാണി കണ്ടില്ലേ, ഒന്നിൽ തൊടാത്ത നല്ല ബിരിയാണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ബിരിയാണിയുടെ വിളമ്പണം കഴിക്കണമെന്നും വീഡിയോ അല്ല കേട്ടോ. സോറി. ഇൻഷാ അല്ലാഹ് അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. അപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തേക്ക് എടുത്തിട്ട് കേട്ടോ. വെള്ളിയാഴ്ച ദിവസമാണ് വെച്ചത്. അപ്പോൾ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട്